ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കൈമാറ്റത്തിൽ ബംഗ്ലാദേശ് സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാൻ അജിത് ഡോവലുമായി ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കുറ്റവാളികളെ കൈമാറൽ ഉടമ്പടി പ്രകാരം ഷെയ്ഖ് ഹസീനെ കൈമാറണമെന്നാണ് ഈ ബംഗ്ലാദേശിന്റെ ആവശ്യം. ഉഭയകക്ഷി വിഷയങ്ങളും ചർച്ച ചെയ്തു. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാനാണ് ഖലീലുർ റഹ്മാൻ ഡൽഹിയിലെത്തിയത്. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണ് അഭയം തേടിയിട്ടുള്ളതെന്നാണ് അറിയുന്നത്. സ്വാഭാവികമായിട്ടും നിലവിലെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിന് വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യം ഉയരും. മാത്രമല്ല, ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറുന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ഈ അവസരത്തിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുക എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യ എത്താൻ സാധ്യതയില്ല. പക്ഷേ അപ്പോൾ ഈ ഉടമ്പടി പ്രകാരമുള്ള ധാരണകൾ തെറ്റിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്യും. ഈ ഒരു സവിശേഷ സാഹചര്യത്തെ ഇന്ത്യ എങ്ങനെയാണ് ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ചർച്ചയിലുണ്ടായ തീരുമാനങ്ങൾ എന്തൊക്കെ? കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ടാണ് ഖലീലുർ റഹ്മാൻ ഡൽഹിയിലെത്തിയത്. അതിന് മുന്നോടിയായിട്ട് നടന്ന ഒരു കൂടിക്കാഴ്ചയിലാണ്, അജിത് ഡോവലുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ ഹസീനയെ വിട്ടുകിട്ടുന്നതുമായി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നുവെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ഉഭയകക്ഷി ചർച്ചകളായിരുന്നു പ്രധാനമായും നടന്നത്. അതിനിടയിൽ ഈ ഹസീനയുടെ നിലവിലത്തെ അവസ്ഥയും അതോടൊപ്പം തന്നെ കോടതി വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും സംസാരിച്ചുവെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിധി വന്നതിന് ശേഷം ഹസീനയെ എത്രയും വേഗം ബംഗ്ലാദേശിലേക്ക് വിട്ടയക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ അതിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വളരെ വേഗം ഹസീനയെ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇന്ത്യയും ഹസീനയും തമ്മിൽ വലിയ ബന്ധങ്ങളാണ് നേരത്തെ മുതൽ ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആനടിച്ച സമയത്ത് അവർ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യ അവർക്ക് അഭയം നൽകുകയും ചെയ്തത്. ഷെയ്ഖ് ഹസീനയെ കൂടാതെ ആഭ്യന്തരമന്ത്രിയും കൂടി ഡൽഹിയിലുണ്ട്. 2 ആളുകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഈ 2 ആളുകളെയും വിട്ടയക്കണമെന്നാണ് പ്രധാനമായും ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ അതിൽ കൃത്യമായിട്ടുള്ള നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അടുത്ത ഫെബ്രുവരിയിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനായി പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും നാൾ, അതായത് ഈ ഫെബ്രുവരി വരെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ തുടരുമ്പോൾ അതിൽ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഇടക്കാല സർക്കാരിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നതിലൊരു സംശയം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ യുഎസ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നത്. രേഖാമൂലം ഉടൻ തന്നെ ഇന്ത്യയോട് അത് ആവശ്യപ്പെടുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. രേഖാമൂലം ഇന്ത്യക്കൊരു കത്ത് ഇതുവരെയും നൽകിയിട്ടില്ല. ഉടൻ തന്നെ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് ബംഗ്ലാദേശ് ഭരണകൂടം ഇന്ത്യക്ക് നൽകും. കത്ത് ലഭിച്ചതിന് ശേഷമായിരിക്കും വിദേശകാര്യ മന്ത്രാലയം ആ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ കേട്ടതിനു ശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി, തൗഫീഖ് അസ്ലം ആണ് വിവരങ്ങൾ നൽകിയത്.